ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനോസ് ഡ്രീമി ക്രിയേഷൻസ്. ഇന്ന് ഞാൻ ഈ ചുരിദാർ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ നെക്കിലും അതുപോലെ തന്നെ 2 സ്ലീവിൻ്റെ അറ്റത്തും ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ഇതുപോലെ എവിടെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് അവിടെ ഞാൻ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നെക്കിൻ്റെ ഭാഗം അളവെടുത്ത് കറക്റ്റായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. ഈ ഡിസൈനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഞാൻ ഇടയിൽ ഫ്ലവേഴ്സും അതുപോലെ ഒരു വര പോലെ വരച്ചിട്ട് അതിൽ ഒരു ലീഫുമാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇത് എന്തെല്ലാം മുത്താണ് ഞാനിതിന് ഉപയോഗിച്ചിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. കണ്ടില്ലേ, വെറും കട്ട് ബീഡ്സും അതുപോലെ ഷുഗർ ബീഡ്സും മാത്രം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ തന്നെയാണ്. അത് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയുള്ളൂ കേട്ടോ. നല്ല കറക്റ്റായിട്ട് നമുക്ക് ഭംഗിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ ഞാൻ നെക്കിൻ്റെ സൈഡിലും ഒരു ഇത് കൊടുക്കുന്നുണ്ട്, ഔട്ട്ലൈന് പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ളത് ഇതുപോലെ നല്ല മീഡിയം സൈസിലുള്ള ഷുഗർ ബീഡ്സാണ്. മറ്റേ സാധാരണ ഷുഗർ ബീഡ്സിനാണ്ടും കുറച്ചുകൂടി വലുത്. പിന്നെ ഇതുപോലെ കട്ട് ബീഡ്സ് ഏറ്റവും ചെറിയ സൈസിലുള്ളതായിട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ കുഞ്ഞിത് നമ്മൾ കുറച്ചുകൂടി വലുപ്പമുള്ളതായിരിക്കും എല്ലാവരിടത്തും ഉണ്ടാവുക. അതിലും ചെറുതാണ് കേട്ടോ ഈ കട്ട് ബീഡ്സ്. റെയിൻബോ കളറിലുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഷുഗർ ബീഡ്സ് ആണ്, സ്മാൾ സൈസിലുള്ള ഷുഗർ ബീഡ്സ്. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിന് ഞാനിവിടെ 4 നൂലിൽ ഇതുപോലെ സൂചി കോർത്തിട്ട് എടുത്തിട്ടുണ്ട്. 2 ഇടയാക്കിയിട്ട് മടക്കിയിട്ട് കേട്ടോ. അങ്ങനെയാണ് ഞാൻ 4 ഇഴ മൊത്തം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ എല്ലാം ഞാൻ ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ചാണ് കേട്ടോ. ഇതുപോലെ ബാക്കിൽ നിന്ന് കണ്ടില്ലേ, കുറച്ച് ഫ്രണ്ടിലേക്കായിട്ട് കുത്തിയെടുത്തു സൂചി. എന്നിട്ട് 3 ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ 3 ഷുഗർ ബീഡ്സ് എടുത്തു. 1 2 3 കണ്ടില്ലേ, 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിനെ ഫ്രണ്ടിലോട്ട് കുത്തി കൊടുത്തു. ഇനി വീണ്ടും തൊട്ടടുത്ത് ആ 3 എണ്ണം എത്ര മുത്ത് വരും എന്ന് നോക്കിയിട്ട് ആ ഗ്യാപ്പ് അനുസരിച്ചിട്ട് ഞാൻ വീണ്ടും ബാക്കിൽ നിന്ന് കുത്തിയെടുത്തു. എന്നിട്ട് 3 ഷുഗർ ബീഡ്സ് വീണ്ടും കോർത്തു. എന്നിട്ട് നമ്മൾ എവിടെയാണോ കുത്തിയെടുത്തത് അവിടെ തന്നെ ഇതങ്ങനെ കുത്തിയിറക്കുക. കണ്ടില്ലേ, അപ്പോൾ കറക്റ്റ് നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടും. വീണ്ടും അതുപോലെ തന്നെ ബാക്കിൽ നിന്ന് എടുത്തു. വീണ്ടും ഞാൻ ഷുഗർ ബീഡ്സ് എടുത്തു. അതുപോലെ കുത്തി കൊടുത്തു. വീണ്ടും നമ്മൾ ഇതുപോലെ ബാക്കിലോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ നമുക്ക് ആ ഫുള്ള് ലൈന് നമുക്ക് ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റ് എത്തുമ്പോൾ ഇതുപോലെ ലാസ്റ്റ് എത്തുമ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഇങ്ങനെ കുത്തിയെടുത്തു. എന്നിട്ട് 3 ഷുഗർ ബീഡ് ഇതുപോലെ കോർത്തു. ഇനി ഈ കാണുന്നതിൻ്റെ എല്ലാത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ ഞാനിനി ലാസ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇങ്ങനെ എല്ലാത്തിൻ്റെ ഉള്ളിൽ കൂടിയും സൂചി കയറ്റി ഇറക്കി. എന്നിട്ട് ലാസ്റ്റ് അവിടെ എത്തുമ്പോൾ താഴോട്ട് കുത്തിയിറക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ താഴോട്ട് കുത്തിയിറക്കി. അപ്പോൾ നമുക്ക് വളവൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇനി ആ അറ്റത്ത് നമ്മൾ കുറച്ചുകൂടി ഈ മീഡിയം സൈസിലുള്ള ഷുഗർ ബീഡ് കണ്ടില്ലേ, ഇത്ര വലിപ്പമുള്ളത് അതിനെ കുത്തി കൊടുത്തു. എന്നിട്ട് ഇനി അതിന് ചുറ്റും ഞാൻ ഈ കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്, റൗണ്ടിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ 6 കട്ട് ബീഡ്സാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആ മുത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് 6 എണ്ണം വേണം. ഇനി നിങ്ങൾ ഏത് മുത്താണോ വെച്ച് കൊടുക്കുന്നത് ആ മുത്തിനനുസരിച്ചിട്ട് എത്ര എണ്ണം വേണമെന്നുണ്ടെങ്കിൽ എണ്ണം നമുക്ക് കൂട്ടിക്കൊടുക്കാം കേട്ടോ. ഇതുപോലെ ആ മുത്തിന് ചുറ്റും റൗണ്ടാക്കി വെച്ച് എന്നിട്ട് ഓരോ 2 കട്ട് ബീഡ്സിന് ഇടയിൽ കൂടി നമുക്ക് ഓരോ നോട്ടിട്ട് കൊടുക്കാം. ഇതുപോലെ
പുറത്തുനിന്ന് എടുത്തു. എന്നിട്ട് ഉള്ളിലോട്ടാക്കിയിട്ട് ആ 2 മുത്തിൻ്റെ ഇടയിൽ കൂടി നമുക്ക് ഓരോ കെട്ടിട്ട് കൊടുക്കാം. ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല, നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടും. കണ്ടില്ലേ? ഇനി നമുക്ക് ചെയ്യാനുള്ളത് ലീഫാണ്. ലീഫിലും ഞാൻ ഇതുപോലെ ആ കട്ട് ബീഡ്സ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. മൂന്ന് മുത്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇതുപോലെ വെറുതെ നമ്മൾ സ്ലാൻഡഡ് സാറ്റിൻ ചെയ്യുന്നത് പോലെയാണ് ചെയ്യുന്നത്. ഇനി തൊട്ട് താഴെ നിന്ന് കുത്തിയെടുത്തു. വീണ്ടും നമ്മൾ 3 കട്ട് ബീഡ്സ് എടുത്തു. എന്നിട്ട് ഇങ്ങനെ കുത്തി കൊടുത്തു. പിന്നെ അതിൻ്റെ താഴത്തുനിന്ന് എടുക്കുക, 3 കട്ട് ബീഡ് എടുക്കുക, താഴോട്ട് കുത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു ലീഫിൻ്റെ ആകൃതിയിൽ കണ്ടില്ലേ, ഇങ്ങനെ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തും ചെയ്തു കൊടുക്കാം. ഇതുപോലെ അറ്റത്തുനിന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് 3 കട്ട് ബീഡ്സ് എടുക്കുക, താഴോട്ട് കുത്തി കൊടുക്കുക. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. പെട്ടെന്ന് കഴിയട്ടോ ഈ ഡിസൈൻ. ഒരു ദിവസം കൊണ്ടൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. ഇനി നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ചെറിയ കട്ട് ബീഡ് ഇല്ലെങ്കിൽ ഏറ്റവും വലിയ കട്ട് ബീഡ് കൊണ്ടും ചെയ്യാം. പക്ഷേ ഒന്നും കൂടിയും ഈ പിക്ചർ കുറച്ചുകൂടി വലുതാക്കിയിട്ട് വരയ്ക്കണം എന്നേ ഉള്ളൂ. ഞാനിത് കുറേ കിട്ടാൻ വേണ്ടിയിട്ടാണ്, കുറേ ഫ്ലവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് വരച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചെറിയ കട്ട് ബീഡ്സ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് അടുത്ത ഫ്ലവറാണ്. ഫ്ലവറിന് ഞാൻ നടുവിൽ ആ മീഡിയം സൈസിലുള്ള ഷുഗർ ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കുത്തിയെടുക്കുക. എന്നിട്ട് സെൻറ്റർ ഭാഗത്ത് മുത്ത് കോർത്ത് അതുപോലെ കുത്തിയിറക്കുക. ഇനി നമ്മൾ ഇതളുകൾക്ക് മൊത്തം കട്ട് ബീഡ്സാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അതിന് ഇതുപോലെ നമ്മൾ സ്ലാൻഡഡ് സാറ്റിൻ ചെയ്യുന്നത് പോലെ കുറച്ച് മുകളിൽ നിന്ന് എടുത്ത് കുത്തിയെടുക്കുക. എന്നിട്ട് 2 കട്ട് ബീഡ്സാണ് ഞാൻ ഇവിടെ ഈ ഇതളിന് ഉപയോഗിക്കുന്നത്. ഇതുപോലെ എന്നിട്ട് ഏറ്റവും താഴോട്ട് ചെരിച്ചിട്ട് ഒന്ന് കുത്തിയിറക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിത് ചെരിച്ച് കിട്ടും. കണ്ടില്ലേ? ഇതുപോലെ ചെരിഞ്ഞിങ്ങനെ നിൽക്കും. എന്നിട്ട് ഇതിൻ്റെ കുറച്ചുകൂടി മുകളിൽ നിന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് വീണ്ടും 2 കട്ട് ബീഡ്സ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ താഴോട്ട് കുത്തിയിറക്കുക. കണ്ടില്ലേ താഴോട്ട്? അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു നല്ല ഭംഗിയിൽ ഇങ്ങനെ ചെരിഞ്ഞ് നമുക്ക് കിട്ടും. ഇനി വീണ്ടും ഏറ്റവും അറ്റത്തു നിന്ന് നമുക്ക് കുത്തിയെടുക്കാം. എന്നിട്ട് 2 കട്ട് ബീഡ്സ് വീണ്ടും കോർത്ത് കൊടുക്കുക. എന്നിട്ട് താഴോട്ട് ഇതേപോലെ കുത്തി കൊടുക്കുക. കണ്ടില്ലേ? ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഇതളുകളും നമുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മളിതാ ലാസ്റ്റത്തെ ഇലയും ഇതുപോലെ ചെയ്ത് തീർത്തു. ഇങ്ങനെയാണ് നമ്മൾ ഇനി ബാക്കിയുള്ള എല്ലാ ഡിസൈനും ചെയ്ത് തീർക്കേണ്ടത്. ഇതുപോലെ തന്നെ പിന്നെ നെക്കിൽ ഇതാണ്ടല്ലേ ഞാൻ അവിടെ വരച്ചിട്ടില്ലേ, ആ ഭാഗത്ത് കൂടി ഞാൻ ഷുഗർ ബീഡ്സ് കൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡിസൈൻ ഇതാ ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ ഞാൻ ആ നെക്കിൻ്റെ സൈഡിൽ കൂടെ ആദ്യം കട്ട് ബീഡ്സ് കൊണ്ട് ഒരു ലെയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷുഗർ ബീഡ്സ് കൊണ്ടും ഞാനൊരു ലെയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി കുറച്ച് ഭംഗിയിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ 2 സ്ലീവിൻ്റെ അറ്റത്തായിട്ടും ഇതുപോലെ അതേ ഡിസൈൻ തന്നെ ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, 2 സ്ലീവും ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മുക്കാൽ കൈയാണ് കേട്ടോ. മുക്കാൽ കൈ പറഞ്ഞാൽ മുട്ടിന് താഴെ വരുന്ന ഒരു കൈയാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം. ഇതാ ലാസ്റ്റ് ഞാൻ എല്ലാം സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നെക്കിൽ ഞാനിതാ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കൈ കണ്ടില്ലേ, മുട്ടിന് താഴെ വരുന്ന കൈയാണ്. അതിൻ്റെ അറ്റത്ത് ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും അറ്റത്ത് ഞാൻ നെക്കിൽ ചെയ്തതുപോലെ തന്നെ ഷുഗർ ബീഡ്സ് മാത്രം ഉപയോഗിച്ച് ഒരു ലൈനും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, എത്രയും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.